ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്നവൻ ആരായിരിക്കും? മിക്കവാറും അല്ല, ഉറപ്പാ. 100% വീഡിയോയിലില്ലാത്ത പിന്നെ അല്ല അത് കുറച്ച് കടപ്പ ഒരു രീതിയിൽ നീണ്ടു പോകും. നമുക്കാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഭയങ്കര ചെകുത്താനും കടലിന്റെ അവസ്ഥയിലാണ്. അപ്പൊ പെട്ടെന്നൊന്നും എന്തേലും കാണും. പെട്ടെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ. പെൺകുട്ടികളെ കണ്ടാൽ മുട്ട് വിറയ്ക്കുന്നവൻ. ചെറിയൊരു അങ്ങനല്ല, വേറെയൊന്നുമല്ല. ഞാൻ അങ്ങനെ അധികം ഈ സംഭവം അല്ല മറ്റേ സുരേഷ് ഗോപി പറഞ്ഞില്ല അങ്ങോട്ട് അല്ല അമ്മ എനിക്ക് അങ്ങനെ കാര്യമൊന്നും എന്ത് കാര്യം? അതായത് ഇപ്പൊ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പനി നല്ല രീതിയിൽ സംസാരിക്കും. അത് നേരത്തെ പറഞ്ഞാൽ കഴിവില്ല, ആ കഴിവ് അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വേണം പറയാം. സ്റ്റാർട്ടിങ് ട്രബിൾ രീതി അതായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു രീതി തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കൂട്ടത്തിലെ പാട്ടുകാരൻ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കൂട്ടത്തിലെ യേശുദാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടത്തിലെ പാട്ടുകാരൻ അപ്പൊ നമുക്കിപ്പം വെറുതെ സമയങ്ങളെ പറയുന്ന പോലെ പാട്ട് പാടി അല്ലേ ഇപ്പം പാട്ട് സീനാണ്. യേശുദാസ് പിന്നെ രണ്ട് വരിയിലെ 3 വരി മതി. സത്യം എഡിറ്ററെ തൃപ്തിപ്പെടുത്താൻ മതി. മിക്കവാറും കട്ട് ചെയ്ത് പോകും. ചുമ്മാ ഒരുപാട് ഈ സിറ്റുവേഷനിൽ പാടാൻ തോന്നുന്ന പാടരുത്. എന്തും പാടിക്കും ഈ സിറ്റുവേഷനിൽ. പൂക്കുള്ളൊളിന്തിരിക്കും കനിക്കൂട്ടം അതിശയം, വണ്ണത്തിൽ പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം, കൊളിസെല്ലും കാറ്റ് മെല്ലിസയാണല്ല അതിശയം, ഗുരുനാഥയില്ലാத കുയിൽ പാട്ട് അതിശയം, അതിശയമേ അസന്ത് പോകും നീ എന്തെൻ അതിശയം. ഞാൻ ചോദിക്കട്ടെ, ഗംഭീരമായിട്ട് പാടും. എനിക്ക് ആ വിജയുടെ വോയിസ് എടുത്ത ആ ചെറിയൊരു പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ആ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. നല്ല ഭംഗിയാണ്, നന്നായിട്ട് അടിപൊളി. ഓക്കെ. കൂട്ടത്തിൽ യൂദാസിന്റെ സ്വഭാവമുള്ളവൻ. എല്ലാ ചില നേരത്തെ എല്ലാം ഇത് 3 പേർക്കും കൊടുക്കേണ്ടി സാഹചര്യം അനുസരിച്ച്. അത്ര ഇതല്ല, കുഴപ്പമില്ല. അങ്ങനെ എന്നാലും വിട്ടേക്ക്. ചില നേരത്തെ തനി നമ്മള് യൂദാസായി പോവാ. 3 പേരും ആ കാര്യത്തിൽ പ്രോ അല്ല, ലൈറ്റ്. അതായത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. നന്മ പറയുമല്ല, അങ്ങനെയാണ്. ചിലപ്പോ പറ്റി പോകുന്നതായിരിക്കും, യൂദാസായി പോകുന്നതായിരിക്കും. എന്തെങ്കിലും കേടില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ഇത് അത് എല്ലാത്തിലും. ലേബിൾ എന്ത് രസം, രസമില്ല. പുള്ളി വന്ന മോഡല്ല ഇപ്പൊ. ഓക്കെ. കൂട്ടത്തിലെ ഫാഷൻ താരം അല്ലെങ്കിൽ പരിഷ്കാരി. ഡൂഡ്. അല്ല, ഇത് 2 ഉത്തരവുണ്ട്. രണ്ടുപേരും അത്യാവശ്യം ഫാഷൻ സെൻസ്. ഇമാരെ കണ്ടാ ഞാൻ ഇതാക്കുന്നു, അങ്ങനെ പറഞ്ഞു. സത്യമാടാ. അതായത് ഇവ ഇങ്ങനെയൊക്കെ നമ്മളത്ര ഇതില്ല. ഇപ്പൊ തന്നെ ഈ ഇതിൽ തന്നെ കണ്ടാ മനസ്സിലാവും. ഓക്കെ. അത് പറയാൻ അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇവന്റെ കണ്ട അങ്ങനെ ഇവനെ എനിക്ക് പറഞ്ഞ, ഞാൻ പണ്ട് കൂറ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ അതാണെങ്കിൽ ഇപ്പൊ 2 പേർക്കും ഉണ്ട് അത്യാവശ്യം. അടിപൊളിയല്ലേ? അവനെ കാണാൻ ലുക്ക്. ചുമ്മാ കട്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ ഒന്നും ഇട്ട് തരത്തില്ല, നീ പേടിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കും. വെറുതെ കാര്യം കണ്ടപ്പോ നിങ്ങൾ ഒരുമിച്ചല്ലേ?
സ്റ്റേ ബിരിയാണിയൊക്കെ വക ആയിരിക്കുമല്ലോ. ഇത് എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എനിക്ക് അറിയാമോ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇനി വേറൊരാളെ വെക്കണം എന്നെ പോകാനാണ്. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ, കൂട്ടത്തിലെ അഭിനയ ഭ്രാന്തൻ, അതായത് ആക്ടിങ് ഭയങ്കരധികം എല്ലാവരും ഉണ്ടാവാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. പറഞ്ഞത് വെച്ചാൽ മനസ്സിലാവുമല്ലോ. അല്ല. അവിടെ നിന്ന് മൂന്നുപേർക്കും ഉണ്ടോ അല്ലേ? ഉണ്ട്. പറഞ്ഞേ. കാരണം അതുകൊണ്ട് നമ്മളിപ്പോ ഈ ജോയിന്റ് ആയി പോയത്. പിന്നെ ഇല്ലെങ്കിൽ കാരണം ഇനി മുമ്പും കുറച്ച് ആളുകൾ, അതായത് അങ്ങനെ ജസ്റ്റ് വന്നു പിന്നെ അവരൊന്നും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ നമുക്ക് ഈ എടുപ്പ്, അതായത് അഭിനയത്തിൽ നിന്നുള്ള എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ച് അങ്ങനെ, അതുകൊണ്ട് മൂന്നുപേർക്കും ഉണ്ടെന്നാണ്. അഭിനയത്തിലുള്ളതാണ് ഈ ഒരു നിൽക്കുന്നത് ഇപ്പം ചെയ്തു പോകുന്നത്. അത് അതുപോലെ തന്നെ പോട്ടെ, ഗംഭീരമാവട്ടെ. നല്ല രീതിയിലുള്ള ഭാവി ആ ഒരു കാര്യത്തിൽ ഉണ്ടാവട്ടെ. ഓൾറെഡി ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടവുമുണ്ട്. ഓക്കെ, കൂട്ടത്തിലെ ബലിയാട്. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കാം കൊണ്ട് ഇവനെ കൊണ്ടെങ്കിലും അങ്ങക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഇവൻ മറ്റേ വേണമെങ്കിൽ ഈ പരിപാടിയും ചെയ്യും. മൈക്ക് കൊടുത്താൽ ചെയ്യും. മരണ വീട്ടിൽ പോയ ശവാവുക, കല്യാണ വീട്ടിൽ പോയി കല്യാണത്തിറക്ക ആവുക, 28 കെട്ടുന്ന വീട്ടിൽ പോകരുത് കേട്ടോ. ആ പരിപാടിയാണ്. അതായത് നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ ആലോചിക്കും ഇതെങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അപ്പോഴേ നമ്മൾ നിബ്ര സെബ എന്ന് പറഞ്ഞ് ഇറക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നൊരു പെർഫോമൻസ്, ആ പെർഫോമൻസിന് മറ്റവർക്ക് ഒന്നുമില്ല. ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു, മറ്റേ പുള്ളിക്കാർ ഓപ്പോസിറ്റ് എന്ന് പറയാം, മോനെ ഞാൻ നിന്നെയൊക്കെ മക്കളെ കണക്കാ കാണുന്നത്. ഇവൻ തിരിച്ച് ഞാൻ ചേട്ടാ ഞാൻ നിന്നെ നിങ്ങളെ അച്ഛനെ കണക്കാ കാണുന്നത്. ഇത് വേറെ സിറ്റുവേഷൻ വന്ന സംഭവം. അതായത് പറഞ്ഞതിലുപരി അവർ പറഞ്ഞ അതിൻ്റെ ഒരു ഗുഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് എന്ത് വേണമെങ്കിലും, ഐ മീൻ എന്തും പോകും എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാ കാര്യം ഡീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏത് ജോബും ഏത് പാർട്ടും എടുക്കാനുള്ള ഒരു ഇതുണ്ട്. വാപ്പയോട് ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല ബിസിനസ് മാനാ. അപ്പൊ അതിന്റെയൊക്കെ നമ്മള് പിന്നെ അതിനകത്തോട്ടൊന്നും ഇടപെടത്തില്ല. ബിസിനസ് പരമായൊന്നുമല്ല. എന്തായാലും ഇപ്പൊ ഒരു കാര്യം വരുവാണെങ്കിൽ നമ്മള് ഇപ്പം സംസാരിക്കും, എന്നാൽ പോലും ഈ ബാക്കി ഓപ്പോസിറ്റ് സംസാരിച്ച് ഇതാക്കാനൊരു ബാക്കൊരു വരുമല്ലോ. ചിലപ്പോ പെട്ടെന്ന് റേസ് ആവും. ഇത് അതില്ല, കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ഡീലിംഗ്. ഓപ്പോസിറ്റ് നിൽക്കുന്നവനും വിചാരിക്കും ഞാൻ ഇപ്പൊ എന്തോ സംസാരിച്ചു. ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റക്കിങ്ങും കാര്യങ്ങളും വരും. അവൻ കറക്റ്റ് എല്ലാം ഡീൽ ചെയ്തോളൂ. അതൊരു നല്ല കഴിവാണ്. ശരി ശരി. എന്തൊക്കെയോ ഓക്കെ, എപ്പോഴും ബില്ല് പേ ചെയ്യുന്നയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നാലും ഞാൻ ഇടുന്ന ഇവനെ സ്പോട്ടിന് പറയും. പിന്നെ സാഹചര്യം അനുസരിച്ചുള്ള പരിപാടി. അതായത് ഇല്ലെങ്കിൽ മാന്യമായിട്ട് പറയാം, അല്ലെങ്കിൽ പൊന്നളി എന്നെ വിളിക്കേണ്ട തന്ന വാങ്ങിച്ച് തന്നാ തിന്നും. ആ ഒരു മൈൻഡ്. ഇപ്പം കുഴപ്പമില്ല. പുറത്തേക്കുന്നമാരെ ഇപ്പൊ നമ്മളതുകൊണ്ട് തിരിച്ച് നമ്മൾ അതേപോലെ ചെയ്യുന്നു. അതില്ല, ഇങ്ങനെ എത്ര പൊട്ടിച്ചു പോലെ. ശരി, ഓക്കെ. ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ റിജക്ഷൻ കിട്ടിയ ഒരു വ്യക്തി ലൈഫിൽ, ഒരു റിജക്ഷൻ, അതായത് ഒരു അവഗണന എന്ന് വേണമെങ്കിൽ പറയാം. അതെ, എല്ലാവർക്കും എല്ലാവരുടേതായ അല്ല അത് ഞാൻ പറയാം. അങ്ങനല്ല, പണ്ട് പുള്ളിക്ക് അല്ലല്ല ജസ്റ്റ് ഒറ്റ വാക്കി ഒതുക്കാം. പാഷന്റെ കൂട്ടം ഇതും ഉണ്ടായിരുന്നു. അതായത് ട്രൂ ആയിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള എല്ലാരും ട്രൂ പരിപാടി അതായത് ഉണ്ടാവുമല്ലോ ആർക്കായാലും. അപ്പം അങ്ങനെ പുള്ളി കറക്റ്റ് ഡീൽ ചെയ്യും. അതായത് വേണ്ട വേണ്ട ചുമ്മാ എൻ്റെ കൂടെ വീട്ടിൽ പോയി കരയും ചെയ്യും. ഒരു 1-2 ഒരാഴ്ചയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു. അത് കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ല ഇപ്പൊ റിജക്ഷൻ ഇപ്പം ഞാൻ നിനക്ക് പൈസ തന്നിട്ടില്ല. ആൾക്കാരുടെ കണ്ണുകുട്ടിയായി നോക്ക് തക്കുടും. ഓക്കെ.